കാണികളുടെ ആരവം, സന്ധ്യാകാശത്തെ കീറിമുറിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ഫ്ലഡ്ലൈറ്റുകൾ, സമ്മർദ്ദത്തിലും തിളങ്ങുന്ന ഐതിഹാസിക പിങ്ക് ബോൾ. ഇത് ആഷസാണ്, ക്രിക്കറ്റിലെ ഏറ്റവും ചരിത്രപരമായ പോരാട്ടം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും കളിക്കാരുടെ ആത്മാവിനെ തന്നെ പരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പരീക്ഷണക്കളമായി തോന്നി. ഈ തീവ്രമായ മത്സരത്തിന്റെ കേന്ദ്രബിന്ദു ജോ റൂട്ടായിരുന്നു, മികച്ച ശൈലിയും നിഷേധിക്കാനാവാത്ത പ്രതിഭയുമുള്ള ഒരു ബാറ്റ്സ്മാൻ. എന്നിട്ടും ഓസ്ട്രേലിയൻ മണ്ണിൽ പ്രത്യേകിച്ചും പൂർത്തീകരിക്കാത്ത സാധ്യതകളെക്കുറിച്ച് മന്ത്രിക്കുന്ന ഒരു കഥയുടെ ഭാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോ ആശ്വാസ പരമ്പരയും പുതിയ പ്രതീക്ഷകൾ നൽകി, പക്ഷേ അതിലുപരി പ്രതീക്ഷകളുടെ ഭീഷണമായ സമ്മർദ്ദവും. ക്യാപ്റ്റനും ടീമിന്റെ ഭാഗ്യചിഹ്നവുമായ റൂട്ടിന് ഒടുവിൽ നിർണായകമായ ആ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ? സംശയക്കാരെ നിശബ്ദരാക്കുകയും ഒരു മികച്ച കളിക്കാരൻ എന്നതിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഇതിഹാസമായി അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്യുന്ന ഒന്ന്. വേദി തയ്യാറായിരുന്നു, പന്തയം അവിശ്വസനീയമാമിതം ഉയർന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെ ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ മഹത്തായ അധ്യായത്തെ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഒരു നിമിഷത്തിനായി ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കിപ്പിടിച്ചു. ഇതൊരു സാധാരണ മത്സരമായിരുന്നില്ല, ഇത് പാരമ്പര്യത്തിനു വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു, ചരിത്രത്തിനെതിരായ ഒരു പോരാട്ടം, ഊഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും തീവ്രമായ നിരീക്ഷണത്തിൽ പ്രായശ്ചിത്തത്തിനുള്ള ഒരു അവസരവും. അന്തരീക്ഷം വൈദ്യുതീകരിച്ചിരുന്നു. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോരാട്ടത്തിന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്പർശനീയമായ പിരിമുറുക്കും. ഓരോ ഡെലിവറിക്കും, ഓരോ റണ്ണിനും, ഓരോ വിക്കറ്റിനും അതിമഹത്തായ പ്രാധാന്യമുണ്ടായിരുന്നു. റൂട്ട് തന്റെ സ്വതസിദ്ധമായ ശാന്തതയോടെ ബാറ്റ് ചെയ്യാനിറങ്ങി, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷകൾ തോളിലേറ്റി, കഴിഞ്ഞ പര്യടനങ്ങളിലെ ദുരനുഭവങ്ങളെ നേരിടാനും ഒരു പുതിയ വിധി കുത്തിവെക്കാനും തയ്യാറായി. വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ജോ റൂട്ടിനെക്കുറിച്ചുള്ള ആഖ്യാനം സങ്കീർണമായിരുന്നു. ലോകത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി സ്ഥിരമായി റാങ്ക് ചെയ്തിരുന്നപ്പോഴും കാഠിന്യമേറിയ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ ഒരു നിർണായക സെഞ്ചുറി അദ്ദേഹത്തിന് അപ്രാപ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ തിളക്കമാർന്ന റെക്കോർഡുകൾക്കിടയിലും അതൊരു സ്ഥിരമായ പോരായ്മയായി എപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. നിരൂപകരും കായിക നിരീക്ഷകരും ആരാധകരും ഒരുപോലെ സംശയിച്ചത്, വേഗതയേറിയതും ബൗൺസുള്ളതുമായ പിച്ചുകളെയും പിഴവില്ലാത്ത ഓസ്ട്രേലിയൻ ആക്രമണത്തെയും കീഴടക്കാൻ ആവശ്യമായ കടുപ്പമേറിയ പോരാട്ടവീര്യമുള്ള ആധിപത്യം അദ്ദേഹത്തിനുണ്ടോ എന്നായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലെ അദ്ദേഹത്തിന്റെ മികച്ച സ്കോറിംഗ് പ്രകടനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി, ഈ നിർണായക മത്സരങ്ങളിൽ അദ്ദേഹത്തെ പലപ്പോഴും ഒരു പരാജയമായി കണ്ടു. ഓരോ പരമ്പര കഴിയുമ്പോഴും ഓരോ അവസരം പാഴാക്കുമ്പോഴും സമ്മർദ്ദം വർദ്ധിച്ചുവന്നു. ആഷസ് കേവലം ഒരു ക്രിക്കറ്റ് പരമ്പര എന്നതിലുപരി വ്യക്തിത്വത്തിന്റെ ഒരു പരീക്ഷണവും, പ്രശസ്തികൾ ഉണ്ടാക്കപ്പെടുകയോ തകരുകയോ ചെയ്യുന്ന ഒരു മാനസിക യുദ്ധവുമാണ്. ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ പലപ്പോഴും റൂട്ടിന്റെ ചുമലിലായിരുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ അദ്ദേഹത്തിന്റെ മനോഹരമായ അർദ്ധ സെഞ്ചുറികളെ വൻ സെഞ്ചുറികളാക്കി മാറ്റാനുള്ള കൂട്ടായ ആഗ്രഹം ഏതാണ്ട് സ്പഷ്ടമായിരുന്നു. ഇത് വ്യക്തിപരമായ നാഴികക്കല്ലുകളെക്കുറിച്ചായിരുന്നില്ല, മത്സരിക്കാൻ അതിയായി ആഗ്രഹിച്ച ഒരു ഇംഗ്ലീഷ് ടീമിന് സ്വന്തം തട്ടകത്തിലെ ഓസ്ട്രേലിയൻ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ നട്ടെല്ല് നൽകുന്നതിനെക്കുറിച്ചായിരുന്നു അത്. ചരിത്രത്തിന്റെ ഭാരവും, ആവേശഭരിതമായ ആരാധകരുടെ പ്രതീക്ഷകളും, എതിരാളികളോടുള്ള കടുത്ത മത്സരവീര്യവും ഏറ്റവും ശക്തർക്ക് മാത്രം ശോഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. റൂട്ടിന് ഇതറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ അണുവിലും അത് അനുഭവപ്പെട്ടു. ആ ഒഴിഞ്ഞുമാറുന്ന നിർണായക സെഞ്ചുറിക്കായുള്ള അന്വേഷണം അദ്ദേഹത്തിന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായി, ഒരു വ്യക്തിപരമായ ധർമ്മയുദ്ധമായി മാറി. പിന്നീട് കഥയെ പാടെ മാറ്റിമറിച്ച ആ നിമിഷമെത്തി. നിർണായകമായ ഒരു പിങ്ക് ബോൾ ടെസ്റ്റിൽ മിന്നിത്തിളങ്ങുന്ന വെളിച്ചത്തിൽ ക്രിക്കറ്റ് ഓർമ്മകളിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ഇന്നിംഗ്സ് ജോ റൂട്ട് കാഴ്ചവെച്ചു. അദ്ദേഹത്തെ വിമർശിക്കപ്പെട്ട കളിക്കാരനിൽ നിന്ന് നിസ്സംശയനായി ഒരു അധിപനാക്കി മാറ്റിയ സ്ഥിരതയുടെയും കഴിവിന്റെയും ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു അത്. സാഹചര്യങ്ങൾ അതികഠിനമായിരുന്നു. പിങ്ക് ബോൾ സ്വിംഗും സീമും കണ്ടെത്തി ആഞ്ഞടിച്ച മിച്ചൽ സ്റ്റാർക്കിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയൻ ബൌളർമാർ വിട്ടുവീഴ്ചയില്ലാതെ ആക്രമിച്ചു. പ്രത്യേകിച്ച് സ്റ്റാർക്ക്, ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയെ തകർക്കാൻ ഭീഷണി ഉയർത്തിയ ഒരു റെക്കോർഡ് ഭേദിക്കുന്ന സ്പെല്ലെറിഞ്ഞുകൊണ്ട് അപകടകരമായ താളത്തിലായിരുന്നു. എന്നാൽ റൂട്ട് ഉറച്ചുനിന്നു. അദ്ദേഹത്തിന്റെ ടെക്നിക്ക് കുറ്റമറ്റതായിരുന്നു, ഏകാഗ്രത അചഞ്ചലമായിരുന്നു. അദ്ദേഹം കൊടുങ്കാടിനെ അതിജീവിച്ചു, സമ്മർദ്ദങ്ങളെ ഉൾക്കൊണ്ടു, സാവധാനവും സൂക്ഷ്മതയോടെയും കളിയുടെ ഗതി മാറ്റാൻ തുടങ്ങി. ഓരോ ബൗണ്ടറിയും ഇംഗ്ലീഷ് ക്യാമ്പിൽ നിന്ന് ഊർജ്ജപ്രവാഹത്തോടെയാണ് വരവേറ്റത്. ഓരോ നാഴികക്കല്ലും ഓസ്ട്രേലിയൻ ആക്രമണത്തിനെതിരെയുള്ള ഒരു തിരിച്ചടിയായിരുന്നു. ഇത് വെറും റൺസ് നേടലായിരുന്നില്ല, ഇത് മാതൃകാപരമായ നേതൃത്വമായിരുന്നു. തന്റെ സഹകളിക്കാരെ പ്രചോദിപ്പിക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്ത ഒരു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ്. സെഞ്ചുറി ഒരു വ്യക്തിഗത വിജയമായിരുന്നില്ല, അത് ഇംഗ്ലണ്ടിന് ഒരു പ്രതീക്ഷയുടെ വിളക്കായിരുന്നു. ഏറ്റവും ശക്തരായ എതിരാളികൾക്കെതിരെയും ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലും അവർക്ക് തീർച്ചയായും മത്സരിക്കാൻ കഴിയുമെന്നതിന്റെ സൂചന. എല്ലാവരും കാത്തിരുന്ന വഴിത്തിരിവായ സെഞ്ചുറി ആയിരുന്നു അത്, അദ്ദേഹത്തിന്റെ നിലവാരത്തിന്റെയും മാനസിക ദൃഢതയുടെയും തെളിവ്. ഈ വഴിതിരിവായ സെഞ്ചുറി ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, അതൊരു വലിയ മാറ്റത്തിന് തിരികൊളുത്തി. അതിമനോഹരമായ ബാറ്റിംഗ് ശൈലിക്ക് ഉടമയായിരുന്ന ജോ റൂട്ട് ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ശക്തിയായി മാറി. ആ നിർണായക ഇന്നിംഗ്സിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അവിശ്വസനീയമായിരുന്നു. അതുവഴി ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ നിരയിൽ തനിക്കൊരു സ്ഥാനം ഉറപ്പിച്ചു. കണക്കുകൾ ഒരു പുതിയ കഥ പറയാൻ തുടങ്ങി. സ്ഥിരതയാർന്ന ഉയർന്ന സ്കോറുകൾ, കളി വിജയിപ്പിക്കുന്ന പ്രകടനങ്ങൾ, സമ്മർദ്ദത്തിലും മികച്ച പ്രകടനം നടത്താനുള്ള അചഞ്ചലമായ കഴിവ് എന്നിവയുടെ കഥ. അദ്ദേഹം വെറുതെ റൺസ് നേടുകയായിരുന്നില്ല, കളി നിയന്ത്രിക്കുകയും കളിയുടെ താളം നിർണ്ണയിക്കുകയും ഒരുപക്ഷേ മുമ്പ് ഇല്ലാത്ത ഒരു ആധികാരികതയുടെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. പരാജയപ്പെട്ടവൻ എന്ന ലേബൽ നിസ്സംശയമായും മാഞ്ഞുപോവുകയും ആധിപത്യം സ്ഥാപിക്കുന്നവൻ എന്ന വിശേഷണം അതിന് പകരമാവുകയും ചെയ്തു. വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വിവിധ ബോളിംഗ് ആക്രമണങ്ങളെ നേരിടാനും മികച്ച ശാരീരികവും മാനസികവുമായ അവസ്ഥ നിലനിർത്താനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തി. കളിയുടെ മറ്റ് ഇതിഹാസങ്ങളുമായുള്ള താരതമ്യങ്ങൾ കൂടുതൽ പതിവാകുകയും കൂടുതൽ നീതീകരിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരുന്നു, ചരിത്രത്തിൽ ചുരുക്കം ചില ബാറ്റ്സ്മാൻമാർക്ക് മാത്രം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രകടന നിലവാരം. ഇത് വ്യക്തിഗതമായ പ്രശസ്തിയെക്കുറിച്ചായിരുന്നില്ല, ഇത് മുഴുവൻ ഇംഗ്ലണ്ട് ടീമിലും അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചായിരുന്നു. അവരുടെ കൂട്ടായ പ്രകടനം ഉയർത്തുകയും ലോകത്തെ എവിടെയും ഏത് എതിരാളിയെയും വെല്ലുവിളിക്കാൻ അവർക്ക് കഴിയുമെന്ന വിശ്വാസം അവരിൽ വളർത്തുകയും ചെയ്തു.
അദ്ദേഹത്തിന്റെ ഈ യാത്ര കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ അർപ്പണബോധത്തിനുള്ള ആത്യന്തിക പ്രതിഫലത്തിന്റെയും ശക്തമായ ഒരു കഥയായി മാറി. കഴിവുറ്റ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ നിന്ന് അനിഷേധ്യ ശക്തിയായി മാറിയ ജോ റൂട്ടിന്റെ യാത്ര ഇംഗ്ലീഷ് ക്രിക്കറ്റിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പാരമ്പര്യത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ നേടിയ അദ്ദേഹത്തിന്റെ കീർത്തി അടയാളപ്പെടുത്തിയ സെഞ്ചുറി കേവലം ഒരു വ്യക്തിഗത മികവിന്റെ നിമിഷമായിരുന്നില്ല, അത് കാഴ്ചപ്പാടുകളെ മാറ്റിയെഴുതുകയും ഒരു തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു പ്രഖ്യാപനവും വഴിത്തിരിവുമായിരുന്നു. അദ്ദേഹം അവിശ്വസനീയമായ റൺസും സെഞ്ചുറികളും വാരിക്കൂട്ടുക മാത്രമല്ല ചെയ്തത്, ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിക്കുന്ന ഒരു ചാരുതയോടും നിശ്ചയദാർഢ്യത്തോടും കൂടിയായിരുന്നു അത്. ഭാവിക്കായി ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് നിരയുടെ ഹൃദയഭാഗത്ത് വിശ്വസനീയനും ലോകോത്തരവുമായ ഒരു കളിക്കാരനുണ്ടെന്നാണതിനർത്ഥം. ആത്മവിശ്വാസം നൽകാനും കടുത്ത സമ്മർദ്ദത്തിലും പ്രകടനം കാഴ്ചവെക്കാനും കഴിവുള്ള ഒരു നേതാവ്. റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു. കളിയുടെ ഇതിഹാസങ്ങളോടൊപ്പം പേര് പറയപ്പെടുന്ന ഒരു കളിക്കാരനായി. ആഷസ് പരമ്പര പരമമായ പരീക്ഷണമായി തുടരും. എന്നാൽ ഇപ്പോൾ ജോ റൂട്ട് ബാറ്റ് ചെയ്യാനിറങ്ങുമ്പോൾ ഒരു നിഷേധിക്കാനാവാത്ത ആത്മവിശ്വാസത്തിന്റെ പ്രഭാവമുണ്ട്. അദ്ദേഹം വെറുമൊരു പങ്കാളിയല്ല, മറിച്ച് ആധിപത്യം സ്ഥാപിക്കുകയാണെന്ന ഒരു തോന്നൽ. യഥാർത്ഥ മഹത്വം പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളുടെ തീച്ചുളിയിൽ രൂപപ്പെടുന്നതാണെന്നും ക്ഷമയോടെയുള്ള പരിശ്രമത്തിലൂടെ ഏറ്റവും ശക്തമായ സംശയങ്ങളെപ്പോലും നിഷേധിക്കാനാവാത്ത വിജയങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്നുമുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ കഥ. ഈ അസാധാരണ കളിക്കാരൻ ഇനി ഏതൊക്കെ പുതിയ ഉയരങ്ങളിലെത്തുമെന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം.